ഹലോ നമസ്കാരം. ഞങ്ങൾ എന്താണുള്ളത്, ഇവിടെ ഒരു കേവാണ്, ഗ്ലോബാം കേവ്സ്. ഇത് ഏത് സ്ഥലമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാംസ്റ്റൺ നോർത്തിൻ്റെ അടുത്താണ്. ലൈംസ്റ്റോൺ കേവ് എന്നാണ് എൻ്റെ പേര്. ഞങ്ങൾ അവിടെയാണ് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് നോക്കാം. അപ്പോൾ സീതേ ഇതാണ് ഇവിടുന്ന് തുടങ്ങുന്ന സ്റ്റാർട്ടിങ്. ലൈംസ്റ്റോൺ ക്രീക്ക് റിസർവ് ഗ്ലോബാം കേവ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് സംഭവം? കെയർഫുൾ ആയിരിക്കണം. കുറച്ച് ഞാൻ മുന്നേ നടക്കാം. ഇവിടെ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ഞങ്ങൾ വന്നത് ഒരു ഈവനിങ്ങാ. ഇത് സമയം 8:30 കണ്ടായി. ബാ 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 എല്ലാരും ബാ ബാ അച്ചി. ഇത് നല്ല മൊത്തത്തിൽ നല്ല ഉരുളം കല്ല കിടക്കുന്നത്. താഴെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ടൊക്കെ കേൾക്കാം. അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്ങാണ്ട മഴ നനഞ്ഞ് കിടക്കുന്നുണ്ട്. ഒരു അളിഞ്ഞ രീതിയിലായിരിക്കുന്നത്. വലിയ രസം തോന്നുന്നില്ല, പക്ഷെ നല്ല ഹരിതാവൊക്കെ ഉണ്ട്. അമ്മേ, കാണാ പോകുന്ന വഴി വലിയ രസമൊന്നുമില്ല. ഒളിഞ്ഞു കിടക്കുക. പിന്നെ വെൽ മെയിൻറ്റൈൻഡ് ട്രാക്കൊന്നുമല്ല, ജസ്റ്റ് ഒരു സ്ഥലമാണ്. വാച്ചിന് കൈ പിടിച്ചോണ്ടാണ് ഞാൻ നടക്കുന്നത്. നമ്മളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീഴുന്നുണ്ട്. എൻ്റെ അമ്മേ, അയ്യോ. ആഴ്ച എല്ലാം കൂടെ കാണുന്നു. അപ്പം എല്ലാം കൂടെ കാണിക്കുക. ഓക്കെ. ഓ, നല്ല ചെളിയാ. അതെന്നാ അപ്പ ഉണ്ടല്ലോ കൂടെ. ഇല്ല കൂടെ ചവിട്ട്. ഒരു സൈഡിൽ കൂടെ ചവിട്ട്. ചവിട്ട്. നല്ല അലമ്പ് സ്ഥലം. ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ട്. ഇതുമാതിരി മഴക്കാട് പോലെ. ഇതിൻ്റെ അധികം ഗ്ലോബാം ഉണ്ടെന്ന് ആരാണാവ് കണ്ടുപിടിച്ചത്. Fuck man, it's too much ചെളി. അയ്യോ, എൻ്റെ അമ്മേ. വാച്ചി അവിടെ പോ, ഇങ്ങോട്ട് പോ. കുഴപ്പമില്ല. അവിടെ നിക്കേ അച്ഛ, അവിടെ നിക്കേ. ഇതാണ് ആ കാട്. എന്താ പൊന്നേ, അയ്യോ. താഴെ കൊടുക്കാം. അവിടെ എന്താ പൊന്നോ, ഇതെങ്ങനെ പാലം കിടക്കുന്ന വാച്ചി? ഇവിടെ ഒരു തോട് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇത് കടന്ന് അപ്പുറം കയറാൻ തോന്നുക. പുറത്തേക്കാണ് വഴി കാണിക്കുന്നു. വഴി ഇവിടെയാണോ ഉള്ളത്? ഇവിടെ നിന്ന് എങ്ങോട്ട് പോകണം അറിയത്തില്ല. ഇവിടെ കേവണ്ടെന്നാണ് പറഞ്ഞത്. ഇതാണ് എൻ്റെ പൊന്ന ഒരുമാതിരി ഭീകരാന്തരീക്ഷ. ചേട്ടാ സിബി, ഒരു മണ്ടത്തരം കാണിച്ചു. ഞാൻ വണ്ടിക്കകത്തൊരു ഹെഡ്ലൈറ്റ് ഇരിപ്പുണ്ട്, അതെടുത്തിട്ട് വരാമായിരുന്നു.
ഇതാണ് ഈ പാലം നമ്മൾ അപ്പുറം വെച്ചാല് മരം കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന പാലേ. അയ്യോ നല്ല ദൂരമുണ്ടേ. ഇതിന്റെ ഇടയ്ക്കൂടെ കണ്ട് കേറണം. എടാ പോണോടാ പോണോ. ഒത്തര ഇച്ചിച്ചി അപ്പി സ്ഥലമാ. അപ്പുറമാ. അതില് വീഴാണെങ്കിൽ ഒരു കിടക്ക. എടാ നോക്കി ചവിട്ടണേ. എന്തോടെ ഫിസിക്സ് അപ്ലൈ ഫിസിക്സ്. അതിലല്ല. എന്നമാനെ പാലൊക്കെ പൊളിഞ്ഞ മയില്. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാടാ. ഇവിടെ ഒന്നും അല്ലടാ. ആടാ സന്ധ്യതൊക്കെ പോയെ. അപ്പറയാ. പക്ഷെ ഇങ്ങോട്ടേക്ക് വഴി പിന്നെ എന്തിനിട്ടേക്കുന്ന. പക്ഷെ നന്നായി കേറിപ്പോയ പാടുണ്ട്. അല്ലേ? അത് പ്രത്യേകിച്ച് ഗ്രിപ്പൊന്നും ഇല്ല. അവിടെ എങ്ങാണ്ട് ഒരു പോയിന്റ് ഉണ്ട്, നോക്കണേ. പണി വേണം. അവിടെ മുന്നിൽ ഇപ്പൊ അത് രാത്രിക്ക് ഇവിടെ വരണ്ട. ഇപ്പൊ നല്ല സൂപ്പറായിരിക്കും. എന്നാലേ ഗ്ലോബോമിനെ കാണുള്ളൂ. ഇത് മെയിൻറ്റെയിൻ ചെയ്യാത്ത സെറ്റപ്പ് ആണോണ്ട് മനസ്സിലായില്ലേ? പക്ഷെ സംഭവം അടിപൊളിയാന്നാണ് നിന്റെ പറഞ്ഞത്. മുടിഞ്ഞ തണുപ്പ്. ഇവിടെയാണെങ്കിൽ വെള്ളത്തിലാണെങ്കിൽ മുടിഞ്ഞ തണുപ്പ്, ചെളി, ചേറ്. എൻ്റെ അകത്തൊന്നും ഗുഹ കാണുന്നില്ല. ഗുഹാ സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ. അതിലേക്കൂടെ വഴിയുണ്ടോ? കണ്ടോ? അപ്പുറത്തോട്ടും ക്ലോസ് ചെയ്ത് പോണോടാ. പോണോ? പോയി നോക്കാം. എന്താ പൊന്നെ. ഒന്നുമില്ല. ഇവിടേക്ക് വല്ലതും ഉണ്ടെന്ന്. ഇവിടുന്ന് എങ്ങനെയാണ് അങ്ങോട്ട് ഇറങ്ങുന്നേ? അവിടെയൊക്കെ ഇത് കൂട്ട് കാണുന്നുണ്ടാ? ഇതൊക്കെ ആൾക്കാർ നടന്ന വഴിയാ. ഇവിടുന്ന് എങ്ങനെ ഇറങ്ങോ? എന്താ പൊന്നോ. ഇതൊക്കെ ആയിരിക്കും സംഭവം. അവിടെ കണ്ടടാ. എന്റെ അമ്മേ, അവിടെയാടാ. കാല് മരയ്ക്കുന്നു. മൂഞ്ചി. ഇതാടാ, ഇതാ സെറ്റപ്പ്.
അമ്മേ ആ അതന്നെ സാധനം. അങ്ങനെ ഫൈനലി ഞങ്ങള് കേവ് കണ്ടുപിടിച്ചു. എന്താ പിന്നെ ഇവിടെ ഒരു കിടുക്കാച്ചി വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അമ്മേ കാല് തണുത്ത് മരച്ച് നല്ല ശുദ്ധ സബ്സെ ബഡ ശുദ്ധ പാനി. മനെ ഇത് ഭീകരമാണ്. ഞങ്ങൾ പോകുന്ന വഴിയില് മഴ പെയ്തോണ്ടാന്ന് നല്ല വെള്ളമുണ്ട്. എല്ലായിടത്തും വെള്ളം വരുന്നുണ്ട്. മേലെ ഒരു പാലം, ഇതിന്റെ അടിയിലാണ് ഈ സെറ്റപ്പ് ഉള്ളത്. പോയോ അയത്തോ നോക്കാം. ആ അയ്യോ ആടാ വരുമല്ലേ ഇവിടം വരെ വന്നിട്ട്. ഇതിൻ്റെ അകത്താണോ വൈറ്റ് ലാമ്പ് ഉള്ളത്? പക്ഷേ ലൈറ്റ് ലാമ്പ് ഉള്ളത്. ആ സാധനമാ എനിക്ക് പേടിയാവുന്നു. ആ എന്താണോ ലൈറ്റ് ഇതെന്താ കാണാൻ പറ്റുന്നില്ല, കുറച്ചേ ഉള്ളു. സൂക്ഷ്മമായി നോക്കാം. തണുപ്പാണോ നിൽക്കാൻ പറ്റുന്നില്ലല്ലോ, തണുപ്പാന്ന്. ലൈറ്റ് അടിക്കോ? പേടിയാവും. ഒരു ഭീകരത നല്ല നല്ല പേടിച്ചുള്ള പേടിക്കുന്നുണ്ട്. ഇതെന്താ പറഞ്ഞേ എന്താ ഇതേ മേലെ ആ ലൈറ്റ് കത്തിക്ക. നീ ലൈറ്റ് കത്തിക്കടാ, ലൈറ്റ് താത്തിക്കേ. കിട്ടിയല്ലോ ലൈറ്റ് താത്തിക്കാൻ. ലൈറ്റ് ഓഫ് ചെയ്യടാ. ഇല്ല കാണുന്നില്ല. ഇടാം ഇടാം മറ്റേ ഞാൻ നനഞ്ഞു പറഞ്ഞാൽ എന്റെ കാലാണെങ്കിൽ വേറെ അവിടം വരെ എത്തിയതാ. അവിടം വരെ ഒന്ന് എത്തിയതാ. പോണോ? സംഭവം സെറ്റപ്പാണ്. ഈ കാണുന്നൊരു വല്ലാത്ത സെറ്റപ്പ്, ഒരു ഗുണാക്കേവ് സെറ്റപ്പ്. ഗുണാക്കേവിനേക്കാളൊക്കെ വമ്പനാണിത്. ഗുണാക്കേവൊക്കെ ചെറുതെന്നാ. ഇന്ന് വീട്ടിൽ പോണമെന്നില്ല അല്ലേ? അച്ഛാ ഇവിടത്തേക്ക് ഒരു ഫുൾ ടീമായിട്ട് വരണമായിരുന്നു അല്ലേ? വെള്ളം അടിക്കാനല്ല, അല്ലാതെ കുറെ ആൾക്കാർ വരണം. പിന്നെ മഴ ഉണ്ടായിരിക്കരുത്. എന്താ പറഞ്ഞേ ഇവിടെ ഇല്ലടെ ഇവിടം വരെ ഉള്ളു, തീർന്നു. ആ അപ്പുറത്തേക്ക് നോർമൽ മലഞ്ചെരുവ. ഭീകരത. ആ എടാ ഇന്ന് മഴ പെയ്തില്ലേ, ആ വെള്ളമാ. പക്ഷെ നമ്മൾ വരുന്നിടത്തൊന്നും മഴയില്ലായിരുന്നു. മേലെ നല്ല ഇത് കൂടെ വെയിലാണ്. നോക്കിയേ, കട്ട വെയിലാണ് മേലെ. ഇവിടോട്ട് അറിയുന്നുമില്ല. സമയത്രയായി? 8 മണി കഴിഞ്ഞിട്ടുണ്ടോ? 8:10 രാത്രിയായി. നമ്മുടെ വായിക്കൂടെയൊക്കെ പുക വരുന്നു. അത്രയ്ക്ക് തണുപ്പാ എൻ്റെ ഉള്ളില്. പറ്റില്ല അല്ലേ? നമുക്ക് പോകാൻ പറ്റില്ല അങ്ങോട്ട്. ഇല്ല ഇല്ല.
ഇതന്നെ വഴി, വേറെ ഓപ്ഷനൊന്നും ഇല്ല. അവരെ കൊണ്ടുവരാൻ പറ്റണമായിരുന്നു അല്ലേ? അവരെ കൊണ്ട് വരെ നടക്കുകയുള്ള. ആ ഇതാണ് കേവ്, ഇതാണ് കേവ്. അല്ലല്ല, ഇല്ലെങ്കിൽ പോകുന്ന വഴിന്നാ പറഞ്ഞത്. നിൻ്റെ പറഞ്ഞ എനിക്ക് ഓർമ്മ വേണ്ട. ഞാനേ നിൻ്റെ അന്ന് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു ഇത് എവിടെയാണ് അന്ന് പണ്ട്. ഞാൻ പറഞ്ഞു ഇവിടുന്ന് പാമ്മിന്ന് കുറേ ദൂരം അകത്തേക്ക് പോകണമെന്ന്. ഇത് മൊത്തം മഴ പെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം ഒലിക്കുന്നു. ലൈറ്റ് ഇട്ടോ. മേലൊക്കെ ഇങ്ങനെ വെള്ളം ഒലിക്കുന്നു. ഗുണാക്കേവി വെള്ളമടിക്ക് വന്ന പോലെ. ഇവിടെ മഴയാണ്. പുനിതമാനത് പുനിതമാനത്. കണ്ടത് ആ കല്ലാണ് ഈ രണ്ട് മലേനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് അകത്ത് നിർത്തിയേക്കുന്നത്. ആ കല്ല് അവിടെ നിന്ന് മാറിയ എടാ ഇത് നല്ല വൃത്തി കാണാടാ. പക്ഷേ ഇതേ രാത്രിയായി നല്ല വൃത്തി കാണാൻ പറ്റുമായിരിക്കും. ആ അല്ലേ കളർ കൂടിയില്ലേ? ഇതിന്റെ ഫോട്ടോ കിട്ടുമോ നോക്കിയേ. Está bueno. നല്ല അവിടെയൊക്കെ കുത്തി ഒഴുകും. ആ ചെറിയ ചെറിയ സ്ഥലത്തല്ലേ ഒഴുകുന്നേ, ചെറിയ സ്ഥലത്തല്ലേ ഒഴുകുന്നേ. ആ ചേട്ടാ എൻ്റെ കാല് മരച്ച് പണ്ടാലാണെങ്കിൽ നല്ല വേദന എടുക്കുന്നു. തണുത്തിട്ട് മാതിരി തണുപ്പ്. ഇവിടെ നല്ലൊരു അരുവി വെള്ളച്ചാട്ടമുണ്ട്. അരുവി ഉണ്ടാക്കുന്ന വെള്ളച്ചാട്ടം. ഞാൻ പിള്ളേരെയും മൃഗണീനെയൊക്കെ അവിടെ നിർത്തിയിട്ടിട്ട് ഇങ്ങോട്ടേക്ക് നടന്നു വന്നത്. അവർ ഞങ്ങളെ നോക്കി നിൽക്കുകയായിരിക്കും. ഇവർ വരുന്നതും കാത്ത് ഞങ്ങൾ വരുന്നതും കാത്ത്. എൻ്റെ അമ്മ എവിടുന്നാണോ നമ്മൾ ഇറങ്ങിയേ? എടാ ഇതിലേക്കൂടെ പോ ശിവി, ഇതിലേ പോവാ. അങ്ങനെ ഗ്ലോബം താഴ്വരയിൽ നിന്ന് തിരിച്ച് അതേ ചെളിക്കകത്തോടെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ നട്ടയില്ലാത്ത ഭാഗ്യം അറിയത്തില്ല. അവിടെ ചെല്ലുമ്പോ അറിയാം. അപ്പോൾ ഇത് കൂട്ട് അടുത്ത പരിപാടിയുമായി വീണ്ടും സന്ധിക്കും വരേക്കും ഇവിടെ സ്വന്തം ഫോട്ടോഗ്രാഫി. ബൈ ബൈ, സീ യു. എൻ്റെ അമ്മേ.